അറിവാണ്. നോളജ് ഈസ് പവർ. പവറായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. വേണ്ടേ? അതിന് നല്ല സ്ഫുടമായിട്ടുള്ള സംസാര രീതി വേണം. നല്ലതുപോലെ സംസാരിക്കണം. പാട്ട് പാടാനും നല്ല രീതിയിൽ സംസാരിക്കാനും വേണ്ടേ? പഠിക്കണം, പഠിച്ചു വളരണം, അറിവ് സാംശീകരിക്കണം. വേണ്ടേ? അമേരിക്കയിലെ 50 സ്റ്റേറ്റ് പറയട്ടെ ഞാൻ. വാഷിംഗ്ടൺ, ഓറിഗൺ, കാലിഫോർണിയ, നെവാദ, ഐഡഹോ, മൊണ്ടാന, വ്യോമിംഗ്, ഉട്ട, അരിസോണ, ന്യൂ മെക്സിക്കോ, കൊളറാഡോ, നോർത്ത് ഡക്കോട്ട, സൗത്ത് ഡക്കോട്ട, നെബ്രാസ്ക, കാൻസസ്, ഒക്ലഹോമ, ടെക്സസ്, മിനസോട്ട, അയോവ, മിസൗറി, ആർക്കിൻസോ, ലൂയിസിയാന, മിസിസിപ്പി, ഇലിനോയി, വിസ്കോൺസിൻ, മിഷിഗൺ, ഇൻഡ്യാന, ഒഹായോ, കെൻട്രക്കി, ടെന്നസി, അലബാമ, ജോർജിയ, ഫ്ലോറിഡ, സൗത്ത് കരോളിന, നോർത്ത് കരോളിന, വിർജീനിയ, പെൻസിൽവേനിയ, ന്യൂയോർക്ക്, മെയിൻ, വെർമോണ്ട്, വെസ്റ്റ് വെർജീനിയ, ന്യൂ ഹാംഷയർ, മസാച്യുസെറ്റ്സ്, Connecticut, New Jersey, Delaware, Maryland, DC, Alaska, Hawaii, and last one, Rhode Island. 51 states ആണ് ഞാൻ പറഞ്ഞത്. ഇതെനിക്ക് വട്ടായിട്ടല്ല ഞാൻ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം ഇൻട്രസ്റ്റ്, പഠിക്കുന്ന കാര്യത്തോട് താല്പര്യം വേണം. 2, ക്ഷമയോടുകൂടി പഠിക്കണം. ക്ഷമ ഉണ്ടോ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ഈ സൂര്യന് കീഴില് എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഇതെന്റെ അനുഭവ സാക്ഷ്യമാണ്. ഒളിമ്പിക്സിന്റെ വളയങ്ങൾ നോക്കിയിട്ടില്ലേ? 5 വളയങ്ങൾ, 3 വളയങ്ങളും അതിനെ കെട്ടിപ്പിടിച്ച താഴെ 2 വളയങ്ങളും ഇല്ലേ? അപ്പൊ പാട്ടെങ്ങനെ പാടുന്നത്? യെല്ലോ ഏഷ്യ, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, ഗ്രീൻ ഓസ്ട്രേലിയ, ലാസ്റ്റ് റെഡ് USA. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ചിലപ്പോൾ നീ സീലാൻഡിയ ചിലപ്പോൾ അടിച്ചിടത്തൊന്ന് പോകും കേട്ടോ. മൊത്തത്തിൽ 8 ഭൂഖണ്ഡങ്ങൾ. 8ാമത്തെ ഭൂഖണ്ഡത്തിന്റെ പേര് സി. മക്കളെ, എത്ര പ്രാവശ്യം, ഹൗ മെനി ടൈംസ്, നിങ്ങൾ എത്ര പ്രാവശ്യമാണ് പഠിക്കുന്നത്? 1, 2, 3 പ്രാവശ്യം പഠിച്ചിട്ട് കാര്യമില്ല. ആ പരീക്ഷ കണ്ടുപിടിച്ച ആളുടെ പേരെന്തുവാ? അയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ടു അദ്ദേഹത്തെ. അദ്ദേഹം മരിച്ചുപോയി. USA കാരനാണ്. കിട്ടി. 1ാം ക്ലാസ് മുതൽ തപ്പി നടന്നവനെ. നടുക്ക് അദ്ദേഹത്തിന്റെ ഫോട്ടോ, തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന പരീക്ഷ കണ്ടുപിടിച്ച തെണ്ടി. അദ്ദേഹത്തിന്റെ പേര് ഹെൻറി മിഷേ. എന്താണ്? ഹെൻറി മിഷേ. നിങ്ങൾ പഠിക്കുന്ന ഫാദർ ഓഫ് എക്സാം, പരീക്ഷയുടെ പിതാവ് ആരാണ്? ഹെൻറി മിഷേ. 8ാമത്തെ ഭൂഖണ്ഡത്തിന്റെ പേര് നിങ്ങൾ മറക്കും, കിട്ടില്ല. ഒരു പുകപടലം പോലെ നിങ്ങൾ നിൽക്കും. എന്താണ്? സീലാൻഡിയ. ഒരുപാട് ആവർത്തിക്കണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സീലാൻഡിയ. അപ്പൊ ഉത്തരം കിട്ടി. ക്വസ്റ്റ്യൻ മറന്നുപോയി. എന്താണ് ക്വസ്റ്റ്യൻ? എന്തുവാ? 8ാമത്തെ 8th കോണ്ടിനെന്റ് അല്ലേ? നമ്മൾ പണ്ട് പഠിക്കുമായിരുന്നു. A for ആപ്പിൾ, B for boy, C for cat, D for doll, E for elephant. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന വേറൊന്നാ. A for ആൻഡ്രോയിഡ്, B for ബ്ലൂടൂത്ത്, C for ചാറ്റ്, D for ഡൗൺലോഡ്, E for ഇമെയിൽ, F for ഫേസ്ബുക്ക്, G for ഗൂഗിൾ ആൻഡ് H for ഹോട്ട്സ്പോട്ട്. നിങ്ങൾ ഇതേ സംസാരിക്കും. പക്ഷേ ഇത് രണ്ടും അല്ലാതെ വേറെ സംസാരിക്കുക. 60 വയസ്സെത്തുമ്പോഴത്തേക്ക് 60 വയസ്സ് എന്ത് പറയും? A for attack, B for blood pressure, C cholesterol bar cancer, D diabetics, and E for ആ നിലവിളി ശബ്ദം ഇടോ എമർജൻസി. ഇത് പോകാതെ നിങ്ങൾ നല്ല ആഹാരം കഴിക്കുക. ഷവായി, അൽഫ ഇതൊക്കെ അവർ നിർബന്ധം പിടിക്കും. മേടിച്ചു കൊടുക്കരുത്. അസുഖങ്ങളെ ഇൻവൈറ്റിംഗ് ഡിസീസ്, അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് ഈ ജങ്ക് ഫുഡ്സിലൂടെ. നല്ല ആഹാരങ്ങൾ, നല്ല പ്രോട്ടീൻസ് ഉള്ള നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായി കഴിക്കുക. ഈ 50 വയസ്സിലും എൻ്റെ എനർജിയുടെ രഹസ്യം എന്താണ്? അത് തന്നെയായിരിക്കും. ഭാരതപ്പുഴയുടെ 4 പ്രധാനപ്പെട്ട പോഷക നദികൾ എങ്ങനെ പഠിക്കാം? ഗായത്രി തൂത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണാടി കാലിൽ തട്ടി ഭാരതപ്പുഴയിൽ വീണു. ഇത് മാത്രം പഠിച്ചാൽ മതി. ഗായത്രി തൂത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണാടി കാലിൽ തട്ടി ഭാരതപ്പുഴയിൽ വീണു. എന്താണ്? ഗായത്രി തൂത്തുകൊണ്ടിരുന്നപ്പോൾ, ഗായത്രി പുഴ, തൂതപ്പുഴ, കണ്ണാടി കാലിൽ തട്ടി, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കഴിഞ്ഞല്ലോ. എന്തിനായി കാണാപ്പാഠം പഠിക്കുന്നത്? എന്തിനാണ് മക്കളെടുത്ത് പറയുന്നത് പഠിക്ക്? അവർ മൂടുള്ളപ്പം പഠിക്കട്ടെ. ഒരു ടിവിയും കട്ട് ചെയ്യേണ്ട, ഒരു കേബിളും കട്ട് ചെയ്യേണ്ട. സമയക്രമം, ടൈം ഈസ് പ്രീഷ്യസ്. നിങ്ങൾ മൊബൈൽ കണ്ടോ? ടൈം വെക്കണം. ഇത്ര സമയം മൊബൈൽ കാണാൻ വേണ്ടേ? ഇത്ര സമയം കളിക്കാൻ. ഇവരെല്ലാവരും പറയുന്നത് അച്ഛനും അമ്മയും എന്തോ ഭയങ്കര സംഭവം, ഞാൻ കേബിൾ കട്ട് ചെയ്തത്. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. എല്ലാം വേണം, കൃത്യമായിട്ട് വേണം.
പക്ഷേ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ആരും ബോധം ഉണ്ടാവണം. ഐ ആം വർക്കിംഗ് ഓൺ മൈസെൽഫ്. ഞാൻ എന്തിനു വേണ്ടി പഠിക്കുന്നു? ഞാൻ എനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. ആരാ അച്ഛനും അമ്മയും ബോധിപ്പിക്കാനല്ല. ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ. എനിക്കൊരു കുടുംബം വേണം, മക്കൾ വേണം. വേണ്ടേ? വേണ്ടേ? ഈ സമൂഹത്തിൽ നന്നായിട്ട് നിവർന്നു നിൽക്കാൻ നമുക്ക് അഭിമാനം വേണ്ടേ? നല്ലൊരു ജോലി വേണ്ടേ? പ്രൈഡ് മീൻസ് അഭിമാനം. അതൊന്ന് തിരിച്ചു പറഞ്ഞേ. PRIDE. തിരിച്ചു പറഞ്ഞാൽ എതിർപ്പ്. നമ്മുടെ അഭിമാനം ബാക്കിയുള്ളവർക്ക് എന്തായി മാറുന്നു? ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക് എതിർപ്പായി മാറുന്നു. അങ്ങനെ വേണോ? ഈ തിരിച്ചു പഠിക്കുന്നത് ഭയങ്കരമാണ്. IQ ലെവൽ കൂട്ടാൻ അത് ഏറ്റവും ബെറ്ററാണ്. എന്താണ് IQ മീൻസ്? ഇന്റലിജൻസ് കോഷ്യന്റ്. കേട്ടാ, നമ്മുടെ ബുദ്ധിശക്തി കൂടാനാണ് തിരിച്ചു പഠിക്കണം. ലോകത്തിലൊരു ഏഷ്യൻ രാജ്യമുണ്ട്, ഇറാൻ എന്നാണ് പറയുന്നത്. IRAN അല്ലേ? ഇറാൻ. തിരിച്ചു വായിച്ചേ, നാറി. ഇറാൻ നേരിട്ട് തിരിച്ചു വായിച്ചാൽ വേറൊരു വാക്ക് കിട്ടും. എൻ്റെ ഒരു സുഹൃത്തുണ്ട് കൊല്ലത്ത്, KSRTCയിൽ. അയാളുടെ പേര് ടോം എന്നാണ്. ATO ആണ്, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ. ടോം ATO. ഞാൻ അതെല്ലാം ഒന്നിച്ചാക്കി, ടൊമാറ്റോ. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. തക്കാളി എന്ന് പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിൽ മനോഹരമാക്കി വിളിച്ചു ഇല്ലേ, ടൊമാറ്റോ. പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു പോട്ടേറ്റോ. അത് അടുത്ത വാക്കായി, പൊട്ടറ്റോ. അത് അടുത്ത വാക്കായി. പൊട്ടറ്റോ മീൻസ് ഉരുളക്കിഴങ്ങില്ലേ? ഇങ്ങനെ വാക്കുകളെ തിരിച്ചു പഠിച്ചു നോക്കിയേ. ടോം ഓർ റോ എന്ന് വെച്ചാൽ എന്താണ്? ടോം ഓർ റോ എന്ന് പറഞ്ഞാൽ ടോം അല്ലെങ്കിൽ വരികളെന്നല്ല, ടോം ഓർ റോ. എല്ലാ വാക്കുകളും അടുപ്പിച്ച് ടുമാറോ അല്ലേ? കൊഹിലി. ആ വാക്കിന്റെ അടുത്ത് കൊഹിലിക്കകത്ത് കെമിസ്ട്രി ഉണ്ട്. K പൊട്ടാസ്യം, OH ഹൈഡ്രോക്സൈഡ്, Li ലിഥിയം. എല്ലാം പൊട്ടിത്തെറിക്കുന്നതാണ്. ഇങ്ങനെ ഓരോന്ന് സ്വന്തമായിട്ട് ഐഡിയ ഉപയോഗിച്ച് ചുമ്മാ സമയം കളയരുത്. അതാണ്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം പെട്ടെന്നാണ് മക്കളെ പോകുന്നത്. സ്കൂൾ തുറക്കും ജൂൺ 3-ന്. 1-ന് തുറക്കില്ല, 1 ശനി, 2 ഞായർ, ജൂൺ 3 തിങ്കളാണ്. അതുകൊണ്ട് ഈ 2 മാസം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും നല്ലൊരു കാര്യത്തിലോട്ട് നിങ്ങൾ പോകണം. ഇരുന്ന് കാല് കിട്ടുന്ന കണക്കേ ഉള്ളൂ. ദിവസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ മാസങ്ങളായും, മാസങ്ങൾ വർഷങ്ങളായും. ഇന്ന് സ്കൂൾ തുറപ്പ് കാണ്ടേക്കോ പെട്ടെന്നാണ്. അടുത്ത വർഷം പെട്ടെന്നാണ് വരുന്നത്, 2025. വർഷങ്ങൾ പോയതറിയാതെ അല്ലേ? ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നന്നായി പഠിക്കുക. ഒരു 10-21 വയസ്സിലെങ്കിലും ജോലി മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് നീണ്ടുപോകരുത്. പെൺകുട്ടികളെ കിട്ടത്തില്ല, തിരിച്ച് ആൺകുട്ടികളെയും കിട്ടത്തില്ല. ഭയങ്കര പാട് പെൺകുട്ടികളെ വിവാഹത്തിന് കിട്ടാൻ. ആണുങ്ങൾ 38-40 വയസ്സുള്ള ആൺകുട്ടികൾ ഇരിക്കുക എപ്പോഴും. അതുകൊണ്ട് നല്ല പ്രായത്തിൽ ജോലി മേടിച്ച് നല്ല ഭംഗിയായിട്ട് കല്യാണം കഴിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കൂ. ദീർഘവീക്ഷണം വേണ്ടേ? പ്ലാനിങ് വേണം. പ്ലാനിങ് അതില്ലെങ്കിൽ പോയി. ചിലർ പറയും ഇന്ന് കഴിഞ്ഞിട്ടല്ലേ നാളെ. അങ്ങനല്ല, നാളത്തേക്ക് വേണ്ടി ചിന്തിക്കണം. എന്നാലേ ഇന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കൂ. ശുഭം.